ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടിക്ക്, നമ്മുടെ LDFന് താൽക്കാലികമായ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടിയെപ്പറ്റി നാം പറയും താൽക്കാലികമാണത്. അതിൻ്റെ പാഠങ്ങൾ നാം പഠിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് വഴി. വീഴ്ചയുണ്ടായാൽ നാം പറയും അത് വീഴ്ചയാണെന്ന്. പരാജയപ്പെട്ടാൽ നാം പ്രഖ്യാപിക്കും അത് പരാജയമാണെന്ന്. അല്ലാതെ വാക്സാമർത്ഥ്യം കൊണ്ടോ കണക്ക് നിരത്തിക്കൊണ്ടോ നാം പരാജയത്തെ വിജയമായി വ്യാഖ്യാനിക്കാൻ വരില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാം, ജനങ്ങൾ നമ്മോട് പറയുന്നു ചില തിരുത്തലുകൾ വേണമെന്ന്. ആ തിരുത്തലിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജ്ജമാകും. LDFനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജ്ജമാകാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ പാളിച്ചകൾ തിരുത്തി, കുറവുകൾ നികത്തി, എല്ലാ പഴുതും പടച്ചുകൊണ്ട് LDF മുന്നോട്ട് പോകും. LDF ആയിരിക്കും നാളത്തെ കേരളത്തിൻ്റെ ഭാവിയെന്ന് നാം ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏതാനും മാസം കഴിഞ്ഞ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDFനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കെല്ലാം നമ്മുടെ എല്ലാ പങ്കും നിറവേറ്റേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്രമിക്കാൻ അവകാശമില്ല. നാം പിന്നോട്ട് പോവുകയുമില്ല. അതുകൊണ്ട് വിശ്രമം മാറ്റിവെച്ചുകൊണ്ട്, അപങ്കുരം ജനതയെ വലുതായി കണ്ടുകൊണ്ട്, അവർക്കിടയിൽ ജലത്തിലെ മത്സ്യം പോലെ ജീവിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമെന്നും നാം വിജയം വരിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പാർട്ടിയുടെ 100ാം വാർഷികത്തിൽ പ്രതിജ്ഞ പുതുക്കാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ചുരുക്കട്ടെ. സഖാക്കളെ മുന്നോട്ട്. ലാൽ സലാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.